ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പർദ്ദയാണ് കേട്ടോ. വയസ്സായ അമ്മമാർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പർദ്ദയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫിർദൗസിൻ്റെ മെറ്റീരിയലാണ്. 3 മീറ്റർ ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 4ആയിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഫസ്റ്റ് വിഡ്ത്തിൻ്റെ പാർട്ട് മടക്കിയിട്ട് പിന്നെ ലെങ്തിൻ്റെ പാർട്ട് അങ്ങനെ മടക്കിയിട്ട് ഇടുക. നല്ല വിഡ്ത്തുള്ള ഫാബ്രിക് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിത് ഐ തിങ്ക് ഒരു 54-56 വിഡ്ത്ത് വരുന്ന പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെഷർമെൻ്റ് എല്ലാം എടുത്ത് വെക്കാം. ഞാനിവിടെ 56 ലെങ്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഉമ്മയുടെ പർദ്ദയിലെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവ് ഏതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 9 ഇഞ്ചസ്, ആം ഹോളും 9 ഇഞ്ചസ് തന്നെ എടുത്തു. ഇനി നമുക്ക് ഈ ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വണ്ണമുള്ളവർക്ക് ഏകദേശം ഈ ഒരു അളവൊക്കെ ആയിരിക്കും. നല്ല ലൂസ് ഇഷ്ടമുള്ളവർക്കും ഈ ഒരു അളവായിരിക്കും. അപ്പോൾ ജസ്റ്റ് 13 എടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5, അതുപോലെ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ് എടുക്കാം. എല്ലാവരും പീസ് വെച്ചിട്ട് മറിച്ചിടുന്ന ആ മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ ക്രോസ് പീസ് വെച്ച് കവർ ചെയ്ത് പോകുന്ന മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ഒരു 1.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 13 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അവിടുത്തെ വിഡ്ത്ത് വേണ്ടത് 12 ഇഞ്ചസ് ആണ്. അപ്പോൾ 12 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ചെസ്റ്റ് ലൈനിലെ ആ ലൈൻ ഈ വേസ്റ്റ് പോയിന്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പാണ്. അപ്പോൾ ഹിപ്പ് 13 ഇഞ്ചസ് ആണ്. നമുക്ക് ചെസ്റ്റ് എത്രയാണോ കിട്ടിയത് അത് തന്നെ ഞാനവിടെ ഹിപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഹിപ്പിൽ 13 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിന് താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എത്രത്തോളം വിഡ്ത്ത് ഉണ്ട് അതനുസരിച്ച് നമുക്ക് ഫ്ലെയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയറിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ബോട്ടം പോർഷനിൽ 2 ഇഞ്ചസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. അത് 2 സൈഡ് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല, ഇതിൽ വെച്ച് തന്നെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. 25 ആണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. ഇതിൽ 21 ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അബായയിൽ നല്ല ലൂസ് വേണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ടോപ്പ് ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബോട്ടം പോർഷനിൽ ജസ്റ്റ് ബെല്ലായിട്ട് കട്ട് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിത് സ്ട്രൈറ്റ് കട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇത്രയും പോർഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനെ നമ്മളിവിടെ താഴത്തെ പോർഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് എല്ലാം മാറ്റാനായിട്ട് ജസ്റ്റ് ടിഷ്യൂ നനച്ചിട്ട് അല്ലെങ്കിൽ വൈപ്സോ എന്തെങ്കിലും നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നമ്മുടെ വരച്ച ആ മാർക്കിംഗ് എല്ലാം പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ജോയിൻ ചെയ്യാനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പോർഷൻ നമുക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ വർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ബീഡ്സ് വർക്കോ അങ്ങനെ എന്തെങ്കിലും എംബ്രോയ്ഡറിയോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലെയിനായിട്ട് തന്നെ ഇടുകയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് യൂസ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്ക് ക്രോസ് പീസ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ചുരുട്ടിയിട്ട് നമ്മൾ ഈ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ചുരുട്ടി സൈഡ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കാണാനൊരു വൃത്തി വരുന്നത്, അല്ലെങ്കിൽ നൂലൊക്കെ ഇളകി പുറത്തേക്ക് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.